ഇത്രയും കാലം ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ട് വാട്സപ്പിലുള്ള ഒരു സൂത്രം ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള കാര്യം അറിഞ്ഞില്ലല്ലോ. അതായത് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പല ആളുകൾക്കും ഈ സൂത്രം അറിയാമായിരിക്കും. എന്നാൽ ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വാട്സപ്പിലുള്ള ഒരു സൂത്രമാണ്. നമുക്കറിയാം, വാട്സപ്പിൻ്റെ അതേ ടീമാണ് മെറ്റ ടീമാണ് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, അതായത് ഓണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വാട്സപ്പ് പോലെ തന്നെ എനിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ തന്നെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിലെ പോലെ തന്നെ നമുക്ക് ആളുകളെ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും സാധിക്കുന്നതാണ്. അത് വാട്സപ്പിൽ പോലത്തെ സെയിം മെത്തേഡ് തന്നെയാണ്. ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും, അഡ്മിനെ മാറ്റാൻ പറ്റും, അങ്ങനെ കുറേ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുക, അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. എല്ലാ സ്റ്റെപ്പുകളും ഞാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് അക്കൗണ്ടാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. മൾട്ടിപ്പിൾ അക്കൗണ്ടുള്ള ആൾക്കാർക്കാണ് പറഞ്ഞത്. ശേഷം ഇവിടെ മെസ്സേജിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. മെസ്സേജിൻ്റെ ഒരു ഐക്കൺ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൻസിൽ ഐക്കണിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് നെയിം കൊടുക്കേണ്ട സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ ഗ്രൂപ്പിൽ എന്ത് പേരാണോ വാട്സപ്പിൽ പോലെ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വാട്സപ്പ് എന്ന് ചുമ്മാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഗ്രൂപ്പിന് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് എന്ന് ഉള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പിലെ പോലെ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാവുന്നതാണ്. എത്ര പീപ്പിളിനെ വേണോ സെർച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ 2-3 പേരെ ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ 2 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേരെ വേണോ ആഡ് ചെയ്യാം. 2 പേരെ ആഡ് ചെയ്താൽ ഇവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുക. ഇവിടെ നമ്മളെ ഗ്രൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പുതിയ ആളുകളെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് പീപ്പിൾ എന്ന ഫാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിൽ കുറച്ച് ഫീച്ചേഴ്സുകൾ പറഞ്ഞു തരാം. ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ ഗ്രൂപ്പ് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്തെടുക്കാം. അതുപോലെ തീം മാറ്റാം. ഈ ചാറ്റിൻ്റെ തീം മാത്രം മാറ്റാം. ഇവിടെ ലിങ്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വാട്സപ്പ് ആ ഗ്രൂപ്പിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഗ്രൂപ്പിൻ്റെ പേരാണ് പറഞ്ഞത്, വാട്സപ്പ് എന്നാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കാണിക്കുക. ഇവിടെ നമുക്ക് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പീപ്പിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് ഈ ഗ്രൂപ്പിലുണ്ടോ അത്രയും കാണാൻ സാധിക്കും. ഇനി ഈ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ, അതായത് എന്തെങ്കിലും ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങൾ നേരത്തെ ഗാലറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിനെ പോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനായിട്ട് ചേഞ്ച് നെയിം ആൻഡ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പേരും മാറ്റാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഗാലറിയിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് കയറ്റാൻ എന്നുണ്ടെങ്കിൽ ഇവിടെ ഗാലറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ചൂസ് ലൈബ്രറിയിൽ നിന്ന് എടുക്കണോ, അതോ ഇപ്പോൾ ഫോട്ടോ എടുക്കണോ, അതോ ക്യാൻസൽ അടിക്കും, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തമ്പനെയിൽ ജസ്റ്റ് സെറ്റ് ചെയ്യാണ്. ഇത് കറക്റ്റ് സൈസ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറിയിൽ നിന്ന് എടുത്തതാണ്, നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ. ഇപ്പോൾ ഞാൻ തമ്പനെയിൽ സെറ്റാക്കി കഴിഞ്ഞു. തമ്പനെയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ അടുത്ത് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തമ്പനെയിൽ കാണാൻ സാധിക്കും. ഇതുപോലെ ഇമോജിയസും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. AI ഇമേജസും എല്ലാം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. പ്രോസസ്സിങ് ആയി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വന്നതായിട്ട് കാണാം. ഇപ്പോൾ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഫോട്ടോ സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും. ഞാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ സൈസിലാണ് അതെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇനി ഈ ഗ്രൂപ്പ് ഏതെങ്കിലും കാരണവശാൽ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്യാനും ഇതിൻ്റെ അഡ്മിൻ ചേഞ്ച് ചെയ്യാനും എല്ലാ ഓപ്ഷനും നമുക്കുണ്ട്. ഇവിടെ പുതിയ ഗ്രൂപ്പ് ആഡ് ചെയ്യാനും എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ലീവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇവിടെ പ്രൈവസി ഓപ്ഷൻ, അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞ വീഡിയോ ഒരുപാട് നീണ്ടു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് അഡ്മിൻ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അതായത് അഡ്മിൻ പദവി, നിലവിലെ ഈ ഗ്രൂപ്പ് തുടങ്ങിയോണ്ട് തന്നെ ഇതിൻ്റെ അഡ്മിൻ ഞാനാണ്. അപ്പോൾ എങ്ങനെയാണ് അഡ്മിൻ പദവി മറ്റൊരാൾക്ക് കൈമാറണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അഡ്മിൻ പദവി മറ്റൊരാൾക്ക് കൈമാറുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ പീപ്പിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാനും മേക്ക് എ ഗ്രൂപ്പ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ സെലക്ട് ചെയ്തത് അയാൾ വാട്സപ്പിലെ പോലെ തന്നെ ഗ്രൂപ്പ് അഡ്മിൻ, ഈ ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, പിന്നെ നിങ്ങളേത് അധികാരം അവർ കൈമാറും. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനായിട്ട് ഇവിടെ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലേക്കുള്ള ശേഷം ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വാട്സപ്പിലെ പോലെ തന്നെ യൂസറിനെ റിമൂവ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അവശേഷിക്കുക. അതുകൊണ്ട് തന്നെ പെർമനൻ്റായിട്ട് ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസറിനെ റിമൂവ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ തിരഞ്ഞെടുത്തത് അയാൾ അവിടെ നിന്ന് പോകുന്നതാണ്, ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നതാണ്. പിന്നെ ഏത് തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ അയാൾക്ക് പോകുന്നതില്ല. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര യൂസർ ഉണ്ടോ അവരെയൊക്കെ ഇതുപോലെ റിമൂവ് യൂസർ ചെയ്യേണ്ടി വരും. ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മാത്രമാകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് അടിച്ച് പോയാൽ മതി. ലെഫ്റ്റ് അടിച്ച് പോയാൽ മതി. ലീവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് അടിച്ച് പോയാൽ മതി. ലീവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാറ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ഞാനിപ്പോൾ ലീവ് എന്ന് കൊടുക്കുകയാണ്. ലീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പ് ചാറ്റ് പോയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ചാറ്റ് തുടങ്ങുകയും അതിൻ്റെ തീം മാറ്റുകയും അഡ്മിൻ പദവി മറ്റൊരാൾക്ക് കൊടുക്കുകയും വാട്സപ്പിലെ പോലെ തന്നെ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കോളം എല്ലാം തന്നെ വാട്സപ്പിലെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനെ വിളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതറിയാമെന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്കാണ് അറിഞ്ഞൂടാത്തവർക്ക് മാത്രം ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണം അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുമെങ്കിൽ മാത്രമേ നിങ്ങളെന്ന് ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇത് അറിയാമെന്നുള്ളവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.